ശ്രീ എൻ സുഭാഷ് ബാബു, ഈ കുടുംബം ഹരിപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിദേശത്ത് നടന്ന ഒരു ക്രൈമാണ്, ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു കൊലപാതകം. അതിൽ കൊല്ലപ്പെട്ടത് മലയാളിയായ പെൺകുട്ടിയാണ്. കൊലപാതകം നടത്തിയത് മലപ്പുറംകാരനായ ആളുമാണ്. അപ്പോൾ സ്വാഭാവികമായും വാദിയും പ്രതിയും ഒക്കെ മലയാളികളാണ്. അപ്പോൾ ഈ കേസ് സ്വാഭാവികമായും അത് ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക്, ഹരിപ്പാട്ടേക്ക് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഇനിയും അധികം താമസം നേരിടുമോ? അതിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതടക്കം ഇടപെടൽ ആവശ്യം വേണ്ടിവരില്ലേ ശ്രീ എൻ സുഭാഷ് ബാബു? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഇന്ത്യക്കാരായ പൗരൻ വിദേശത്ത് പോയി ഒരു കുറ്റകൃത്യം ചെയ്യുകയും അത് ഇന്ത്യൻ നിയമപ്രകാരം അത് ശിക്ഷാർഹമായ ഒരു കുറ്റമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയെ ഇന്ത്യയുടെ നിയമ നടപടിക്ക് വിധേയമാക്കി ഇന്ത്യയിൽ വിസ്തരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാമെന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥിതി. അതുകൊണ്ട് ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം മറ്റൊരു രാജ്യത്തായതുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള എക്സ്ട്രാഡിഷൻ, അതായത് കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച് അന്വേഷണം സംബന്ധിച്ച് ആശയവിനിമയം, വിവരങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ചുള്ള ധാരണയുള്ളത് കൊണ്ട് അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ അതനുസരിച്ച് അവരെ ഇങ്ങോട്ട് എക്സ്ട്രാഡിഷൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും അതിനനുസരിച്ച് ഇവിടെ കൂടുതൽ നടപടി സ്വീകരിക്കുകയും വേണം. പക്ഷേ അവിടെയുള്ള പ്രധാന ബുദ്ധിമുട്ട് ഇതിൻ്റെ തെളിവ് ശേഖരണം മുഴുവൻ നടത്തേണ്ടത് അവർ പഠിച്ചിരുന്ന സ്ഥാപനത്തിലും അവിടെയുള്ള വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളും അവിടെയുള്ള സ്ഥാപനത്തിലും അവിടുത്തെ സാഹചര്യങ്ങളും അനുസരിച്ചിട്ടാണ്. അപ്പോൾ തെളിവുകളെല്ലാം അവിടുന്ന് ശേഖരിച്ച് അവിടെ നിന്നുള്ള സാക്ഷികളെ ചോദ്യം ചെയ്ത് അതിന് വേണ്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അതിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഡിപ്പോർട്ട് ചെയ്യുന്നതിനും ഇവിടെ കോടതിയിൽ ഹാജരാക്കി നിയമ നടപടിക്ക് വിധേയമാക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. ആ നിയമ തടസ്സമില്ലാത്ത സാഹചര്യം നമുക്കിവിടെ ട്രൈ ചെയ്യാമെന്നാണ് നമ്മുടെ നിയമത്തിൻ്റെ വ്യവസ്ഥിതി അനുവദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് സത്വരമായി ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ മന്ത്രാലയത്തിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.